പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ വചനം നമുക്ക് തുടർന്ന് ധ്യാനിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസറിൻ്റെ മരണത്തെ ഓർത്ത് ലാസറിൻ്റെ സഹോദരിമാരോട് ചേർന്ന് ഹൃദയം വേദനിച്ച് കണ്ണുനീരൊഴുക്കുന്ന ഒരു കർത്താവിൻ്റെ ചിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. അവിടുത്തെ അനന്തമായ ദയ, കരുണ ഒന്നു മാത്രമാണ് ഈ ലാസറിൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുവാനും അവരുടെ ദുഃഖത്തിൽ, അവരുടെ വേദനയിൽ ഈശോ പങ്കുകാരനായി മാറുകയും ചെയ്തത്. ഈശോ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: അവനെ എവിടെയാണ് സംസ്കരിച്ചിരിക്കുന്നത്? പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലരെയും സംസ്കരിച്ചതിന് ശേഷം സന്തോഷിച്ച് ജീവിക്കുന്നവരാണ് നാം ഓരോരുത്തരും. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിന്ന് പലരും സംസ്കരിക്കപ്പെട്ട് കഴിഞ്ഞു. എനിക്ക് മാത്രം ജീവിച്ചാൽ മതി, ബാക്കിയുള്ളവരെല്ലാം സംസ്കരിച്ചു. അങ്ങനെ എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ നെട്ടോട്ടമോടുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ച വ്യക്തിയായി മാറ്റപ്പെടുന്നു. പലരും പറയും, എനിക്ക് അവനുമായിട്ടൊരു ബന്ധവുമില്ല, അവൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് മരിച്ചുപോയി എന്ന് പറയുന്ന വ്യക്തികളുണ്ട്. ഇവിടെ യേശു നെടുവീർപ്പിട്ടുകൊണ്ട് ആണ് ആ കല്ലറയുടെ അടുത്തേക്ക് പോകുന്നത്. എവിടെയാണ് അവനെ സംസ്കരിച്ചേക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ യഹൂദ ആചാരമനുസരിച്ച് കല്ലറയുടെ മുമ്പിൽ പോയി, അല്ലെങ്കിൽ സംസ്കരിച്ചിരിക്കുന്ന സ്ഥലത്ത് പോയി കരയുന്ന ഒരു പാരമ്പര്യം, പതിവ് യഹൂദന്മാരുടെ ഇടയിലുണ്ട്. അവരും വിചാരിച്ചു യേശു കരയാൻ പോവുകയാണ് എന്ന്. പക്ഷേ പ്രിയ സഹോദരങ്ങളെ, യേശു കരയാൻ വേണ്ടി പോയതല്ല. വലിയ ഒരു അത്ഭുതം അവിടെ നടക്കാൻ പോകുകയാണ്. ഇവിടെ യേശു അഡ്വാൻസായിട്ട് പറഞ്ഞു, യോഹന്നാൻ 11:25, ഞാനാണ് പുനരുദ്ധാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്നൊരു കാര്യം ഈശോ പറയുന്നുണ്ട്. പുനരുദ്ധാനവും ജീവനുമായി ഈശോ മറ്റൊരു വ്യക്തിക്ക് പുനരുദ്ധാനം കൊടുക്കുവാൻ വേണ്ടി പോകുന്ന ഒരു രംഗം. എല്ലാവരും കൂടി പറഞ്ഞ്, ഇന്ന സ്ഥലത്താണ് അടക്കിയേക്കുന്നത്, സംസ്കരിച്ചേക്കുന്നത്. ചെന്നു. യേശു ആ കല്ലറയുടെ മുമ്പിൽ ചെന്നപ്പോൾ ആ കല്ലറ കല്ലുരുട്ടി വെച്ചിട്ടുണ്ട്, അടച്ചേക്കുകയാണ്. യേശു പറഞ്ഞ ആ കല്ലൊന്ന് എടുത്തു മാറ്റേ. അവർ കല്ലെടുത്തു മാറ്റി. അപ്പോഴവർ പറയുന്ന മറ്റൊരു വാക്കും കൂടെ ഉണ്ട്: യേശുവേ, അവൻ മരിച്ചിട്ട് ദിവസം 4 ഇപ്പോൾ ദുർഗന്ധം വമിക്കുന്നുണ്ടാകും. ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയുടെ മുമ്പിൽ നിന്നുകൊണ്ട് തൻ്റെ അനന്തമായ കരുണയും ദയയും ഒഴുക്കുവാൻ പോകുന്ന കർത്താവ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഒരുപക്ഷെ നിൻ്റെയും എൻ്റെയും ജീവിതത്തിൽ ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിൽ ജീവിക്കുന്ന വ്യക്തിയാകാം. ഇവിടെ ദുർഗന്ധം വമിക്കുവാൻ പോകുന്ന അവസ്ഥയെ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ സുഗന്ധമാക്കുവാൻ പോകുന്നു. ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയെ കർത്താവ് സുഗന്ധമാക്കാൻ പോകുകയാണ്. പരാജയത്തെ വിജയമായി മാറ്റാൻ പോകുന്നു. മരണത്തെ ഉയർപ്പാക്കി മാറ്റുവാൻ വേണ്ടി പോകുന്നു. എല്ലാവരുടെയും മുമ്പിൽ എല്ലാം നഷ്ടപ്പെട്ട് നശിച്ചുവെന്ന് എല്ലാവരും വിചാരിച്ചിരുന്നതിന് ഒരു പുതുജീവൻ കൊടുക്കുവാൻ പോകുന്ന സാഹചര്യം. യേശു കല്ലറയുടെ മുമ്പിൽ നിന്ന് നെടുവീർപ്പിടുന്നുണ്ട്. നെടുവീർപ്പിടുന്നു. പ്രിയ സഹോദരങ്ങളെ, യേശു നെടുവീർപ്പിട്ട നിമിഷം തന്നെ ലാസർ അകത്ത് ഉയർത്തു കഴിഞ്ഞു. ലാസറെ ഉയർത്തെഴുന്നേൽക്കാമെന്നൊന്നും കർത്താവ് പറഞ്ഞില്ല. മരിച്ച ലാസറെ നീ ഒന്ന് ഉയർത്തെഴുന്നേൽക്കുക, നീ ഒന്നും പറഞ്ഞില്ല.
യേശു നെടുവീർപ്പിട്ട നിമിഷം ഇതാ മരിച്ചു കിടന്നവൻ കല്ലറയ്ക്കുള്ളിൽ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു. ആ ഉയർത്തെഴുന്നേറ്റ എന്ന് കർത്താവിന് തിരിച്ചറിഞ്ഞു. അപ്പോൾ യേശു പിതാവിൻ്റെ മുമ്പിൽ ഒരു നന്ദി പറയുന്നുണ്ട്. പിതാവേ, അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് നിനക്ക് ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി പറയുന്ന, പിതാവേ, അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദുർഗന്ധം വയ്ക്കുന്ന അവസ്ഥയെ സുഗന്ധമാക്കി മാറ്റിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. പരാജയത്തെ വിജയമാക്കി മാറ്റിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. പ്രതികൂല സാഹചര്യത്തെ അനുകൂലമാക്കി മാറ്റിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇവിടെ പിതാവിനോട് നന്ദി പറയുന്ന കർത്താവ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിൻ്റെ ജീവിതത്തിൽ നീ നിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളെ ഓർത്ത് ദൈവത്തിന് മുമ്പിൽ നന്ദി പറയാറുണ്ട്. അങ്ങനെ നന്ദി പറഞ്ഞാൽ ദുർഗന്ധം വയ്ക്കുന്ന നിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥയെ അവിടെ നിന്ന് സുഗന്ധമാക്കി മാറ്റി. ഇവിടെ ആ ഉയർത്തെഴുന്നേറ്റ് നിന്ന ലാസറിനോട് പറയണം, ലാസറെ പുറത്തു വരിക എന്ന് ഈശോ പറയുന്നു. അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. കൂട്ടത്തിലുണ്ടായിരുന്നവരോട് പറഞ്ഞു, അവൻ്റെ കെട്ടുകൾ അഴിച്ചു മാറ്റ്, അവൻ്റെ ബന്ധനം, അവൻ കെട്ടപ്പെട്ട അവസ്ഥ ഒന്ന് അഴിച്ചു മാറ്റ്. അഴിച്ചു മാറ്റി അവൻ ജീവനുള്ളവനായി മാറി. ജീവനുള്ളവരായി മറ്റുള്ളവർക്ക് കാണുവാനും അനുഭവിക്കുവാനും പറ്റി. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മളൊന്ന് തിരിച്ചറിയണമേ, നമ്മുടെ കർത്താവിൻ്റെ അനന്തമായ കരുണയും ദയയും ആ കുടുംബത്തിലേക്ക്, ആ ലാസറിൻ്റെ ജീവിതത്തിലേക്ക്, ആ ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലേക്ക്, ആ മരണപ്പെട്ട അവസ്ഥയിലേക്ക് കർത്താവ് വർഷിച്ചുവെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ആ കർത്താവിൻ്റെ അനുഗ്രഹം വർഷിക്കും. ആ ദൈവത്തിന് മുമ്പിൽ യേശു നെടുവീർപ്പിട്ടുകൊണ്ട്, പിതാവേ, അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് നിനക്ക് ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് നന്ദി പറഞ്ഞതുപോലെ അനുദിന ജീവിതത്തിലുണ്ടാകുന്ന തകർച്ചകളെ ദൈവത്തിന് മുമ്പിലേക്ക് കൊടുത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ തുടങ്ങുമ്പോൾ മരിച്ചു കിടക്കുന്ന അവസ്ഥകളെല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉയർപ്പുകളായി മാറ്റപ്പെടും. ദുർഗന്ധം വമിക്കുന്ന അവസ്ഥ സുഗന്ധമായി മാറ്റപ്പെടും. പരാജയം വിജയമായി മാറ്റപ്പെടും. പ്രതികൂല സാഹചര്യം അനുകൂലമായി മാറ്റപ്പെടും. നമുക്കൊരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവ് ഈശോയെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദുർഗന്ധം വമിക്കുന്ന അവസ്ഥകളുണ്ട്, പരാജയപ്പെട്ട അവസ്ഥകളുണ്ട്. അതെല്ലാം വിജയമാക്കുവാനും സുഗന്ധമാക്കുവാനും അങ്ങേക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ലാസറിൻ്റെ ജീവിതത്തിലേക്ക് കരുണയും ദയയും അയച്ച കർത്താവെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് അവിടുത്തെ അനന്തമായ കരുണയും ദയയും വർഷിച്ചുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.